ഇപ്പോൾ നടപടിയിലേക്ക് സഭ കടക്കുകയാണ്. ഒരു കൂട്ട നടപടി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ക്രിസ്തുമസിന് മുൻപ് കൂടുതൽ നടപടി ഉണ്ടാകുമെന്നും കരുതാം. അങ്ങനെയല്ലേ? അതായത് ഇപ്പോ അവർക്ക് ഇന്നലെ അവരുടെ തലസ്ഥാനങ്ങളിൽ നിന്ന് അവർ മാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കർശനമായ നിർദ്ദേശം ബോസ്കോ പിതാവ് നൽകിക്കഴിഞ്ഞു. ആ നിർദ്ദേശത്തില് എന്തുകൊണ്ടാണ് അവർക്കെതിരെ ഇങ്ങനെയൊരു നടപടിക്ക് തുനിയുന്നത് എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമായിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട്. ഏകീകൃത കുർബാന നടപ്പാക്കാനുള്ള നിർദ്ദേശങ്ങൾ ആവർത്തിച്ചിട്ട് പറഞ്ഞിട്ടും അവർ നടപ്പാക്കാത്തതിന്റെ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ നിർദ്ദേശങ്ങൾ അവർക്ക് കൊടുക്കുന്നത്. മാത്രമല്ല അവർക്ക് പകരമായിട്ട് അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചെങ്കിലും അഡ്മിനിസ്ട്രേറ്ററെ അവിടെ പ്രവേശിപ്പിക്കുന്നതിൽ അവർ തടസ്സം സൃഷ്ടിച്ചു എന്നുള്ളത് ഗൗരവമായ കുറ്റമായിട്ട് കാണുന്നു. മാത്രമല്ല അവർ ഈ അഡ്മിനിസ്ട്രേറ്ററെ നിയമിച്ചതിനെതിരായിട്ട് പിതാവിനെതിരായിട്ട് സിവിൽ കോടതിയെ സമീപിച്ചത് കാനൻ ലോയുടെ നഗ്നമായ വയലേഷനാണ്, ലംഘനമാണ്. അപ്പൊ അത് എക്സ്കമ്മ്യൂണിക്കേഷൻ ഉൾപ്പെടെയുള്ള ശിക്ഷ ക്ഷണിച്ചു വരുത്തുന്ന ഒരു നടപടിയാണ്. അതുകൊണ്ട് എത്രയും വേഗം ആവർത്തിച്ച് അവരോട് ആവശ്യപ്പെട്ടിട്ടും അവരെല്ലാം നിർദ്ദേശങ്ങളെ അവഗണിച്ച സാഹചര്യത്തിലാണ് അവരോട് ഇനി ഒരു അധികാരവും അവർക്ക് വിശുദ്ധ ആ പള്ളിയിൽ അവരായിരിക്കുന്ന പള്ളിയിൽ കുർബാന അർപ്പിക്കുന്നതിനോ കൂതാശകൾ പരികർമ്മം ചെയ്യുന്നതിനോ അതുപോലെ തന്നെ മറ്റ് ഫൈനാൻഷ്യൽ ഇടപാടുകൾ നടത്തുന്നതിനോ ഒരു അധികാരം അവർക്ക് ഉണ്ടാവില്ല. അവര് എത്രയും വേഗം അവർക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന വൈദിക മന്ദിരത്തിലേക്ക് താമസം മാറുകയും അവരുടെ മുറി തന്നെ ഒഴിഞ്ഞ് പുതിയ അഡ്മിനിസ്ട്രേറ്ററെ താമസിക്കത്തക്ക സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കണമെന്ന് ചെയ്ത് പറഞ്ഞിരിക്കുകയാണ്. മാത്രമല്ല ഇനി അവിടെ എന്തെങ്കിലും തിരുക്കർമ്മങ്ങൾ ചെയ്യുന്നതിനോ ഇടവകയുടെ പാസ്റ്റർ അഡ്മിനിസ്ട്രേഷൻ പുതിയതായി നിയമിക്കപ്പെട്ട അഡ്മിനിസ്ട്രേറ്റർക്ക് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ എന്ന് വ്യക്തമായിട്ട് അവരോട് പറഞ്ഞിട്ടുണ്ട്. ഇതും അവർ ഇനി ഏതെങ്കിലും കാരണത്താൽ നിർദ്ദേശങ്ങൾ പാലിക്കാതെ വന്നു കഴിഞ്ഞാൽ കാനോനികമായ നടപടികൾ അവർക്കെതിരെ കർശനമായി സ്വീകരിക്കും എന്നുള്ള ഒരു മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്രിസ്മസിന് മുൻപ് ഇങ്ങനെ സഭയുടെ നിർദ്ദേശങ്ങൾ പാലിക്കാത്ത കൂടുതൽ പേർക്കെതിരെ നടപടി ഉണ്ടായേക്കാം അല്ലെ? അല്ല, ക്രിസ്മസ് ഒരു കാലാവധി ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം അത് കാനോനികമായ നടപടികൾ അതിൻ്റെതായ സമയമെടുത്തും അതിൻ്റെതായ വഴികളിലൂടെ മാത്രമേ അവർ നടപ്പാക്കുകയുള്ളൂ. അല്ലാണ്ട് ക്രിസ്മസിന് മുമ്പ് ഇതെല്ലാം നടപ്പാക്കുമെന്നുള്ള ഒരു അൾട്ടിമാറ്റം ഒന്നും കൊടുത്തിട്ടില്ല. അത് സഭയുടെ കാനനിലോ പൗരസ്ത്യ കാനനിലോ അനുശാസിക്കുന്ന പ്രകാരമുള്ള നടപടികൾ തീർച്ചയായും കൈക്കൊള്ളും. ഇനി ഇതിൽ ഒരു ഉദാരമായ സമീപനമില്ല. കാരണം അവരോട് ആവർത്തിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞിട്ട് അതെല്ലാം അവര് ഡിസൊബേ ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തില് ആണ് സഭയുടെ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് നീങ്ങുന്നത്. ശരി, നന്ദി ശ്രീ ഫാദർ. മുൻ അഡ്മിനിസ്ട്രേറ്റർ കൂടിയാണ് അദ്ദേഹം. ഫാദർ കുര്യാക്കോസ് മുണ്ടാടൻ കൂടി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കുര്യാക്കോസ്.